നമസ്കാരം, ഞാൻ സേതുലക്ഷ്മി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവർഡ് ബൈ ARMC. കത്തിത്തീരാതെ സോളാർ കേസിൽ രാഷ്ട്രീയ വിവാദങ്ങൾ കത്തിനിൽക്കെ കൂടുതൽ വെളിപ്പെടുത്തലുകൾക്ക് കാത്ത് കേരളം. കമ്മീഷന് മുമ്പാകെ സരിതയുടെ വിസ്താരം നാളെയും തുടരും. മുഖ്യമന്ത്രിക്കും മകനുമെതിരായ സാമ്പത്തിക അഴിമതിയിൽ തെളിവുകൾ കൈമാറുമെന്ന് സരിത. ചാണ്ടി ഉമ്മനെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് തെളിവായി കോൺഗ്രസ് നേതാവിന്റെ ശബ്ദരേഖ കൈവശമുണ്ടെന്ന് പുതിയ വെളിപ്പെടുത്തൽ. മുഖ്യന് കൈമാറിയ പണം തിരികെ ആവശ്യപ്പെട്ട് 2 ആഴ്ച മുമ്പും ഉമ്മൻചാണ്ടിയെ വിളിച്ചിരുന്നതായും വെളിപ്പെടുത്തൽ. നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പുതിയ ആരോപണങ്ങൾ പാർട്ടിക്ക് തിരിച്ചടിയായേക്കുമെന്ന് UDF വിലയിരുത്തൽ. മുഖ്യമന്ത്രിക്ക് പിന്തുണ നൽകിക്കൊണ്ട് ആരോപണങ്ങൾ എതിർപക്ഷത്തേക്ക് തിരിച്ചുവിടാൻ മുന്നണി നീക്കം. സരിത CPM ഗൂഢാലോചന മുഖ്യപ്രചരണ വിഷയം. ലഹരിയിൽ പുതുകലഹം. മദ്യനയത്തെ ചൊല്ലി CPM-ഉം മറുപടിയുമായി കോൺഗ്രസും രാഷ്ട്രീയ പ്രചരണത്തിൽ പുതിയ പോരിന്. അധികാരം കിട്ടിയാൽ UDF-ന്റെ മദ്യനയം തിരുത്തുമെന്ന് കോടിയേരി പറഞ്ഞതിനു പിന്നാലെ CPM-ന് മദ്യലോബിയുമായി അവിശുദ്ധ ബന്ധമെന്നാരോപിച്ച് VM സുധീരൻ. മദ്യനിരോധനമല്ല, വർജനമാണ് ഇടതു നയമെന്ന് വ്യക്തമാക്കുന്ന CPM അക്കാര്യം പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്താനുമൊരുക്കം. ജനപിന്തുണ നേടിയ നയം തിരുത്തുമെന്ന LDF പ്രഖ്യാപനം ജനവഞ്ചനയെന്ന് KPCC പ്രസിഡന്റ്. മദ്യത്തിന്റെ കാര്യത്തിൽ ഉദയഭാനു കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കുന്നതായിരിക്കും CPM നയമെന്ന് സംസ്ഥാന സെക്രട്ടറി. കള്ളുചെത്ത് വ്യവസായത്തിന് മുൻഗണന നൽകുന്ന ഇടതുമുന്നണി വീര്യം കുറഞ്ഞ മദ്യം പ്രോത്സാഹിപ്പിക്കും. UDF-ന്റെ മദ്യനിരോധന സങ്കല്പം അർത്ഥശൂന്യമെന്നും കോടിയേരി. മുഖ്യന് മുന്നറിയിപ്പ്. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് നേരെ രൂക്ഷ വിമർശനവുമായി പിണറായി വിജയൻ. ആരോപണ വിധേയനായ ഉമ്മൻചാണ്ടി തൽസ്ഥാനത്ത് തുടരുന്നത് ചെറുക്കും. പ്രതിഷേധങ്ങളെ മർദ്ദിച്ചൊതുക്കാൻ നോക്കിയാൽ പ്രക്ഷോഭം കൂടുതൽ ശക്തമാക്കുമെന്നും മുന്നറിയിപ്പ്. K. ബാബുവിനെ മന്ത്രിസ്ഥാനത്തേക്ക് തിരിച്ചു വിളിച്ചതും മാണിയെ മന്ത്രിസഭയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങളും മുഖ്യമന്ത്രിയുടെ സ്വയരക്ഷയ്ക്കായുള്ള തന്ത്രം. നിയമസഭാ സമ്മേളനം തുടങ്ങിയാൽ സഭയ്ക്കകത്തും പുറത്തും പ്രക്ഷോഭമെന്നും പിണറായി. ബാർക്കോഴിയിൽ ആരോപണ വിധേയനായ K. ബാബു മന്ത്രിയായി തുടരുന്നത് കേരളത്തിന് അപമാനമെന്ന് കുമ്മനം. ജനാധിപത്യത്തിന് വിരുദ്ധമായ നടപടികളെ കോൺഗ്രസിലെ ആദർശധീരന്മാർ എതിർക്കണമെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ. ഷെരീഫിന്റെ വെറും വാക്ക്. പത്താൻകോട്ട് ആക്രമണത്തിൽ പാകിസ്ഥാന്റെ അന്വേഷണം ഉടൻ പൂർത്തിയാക്കുമെന്ന വാഗ്ദാനവുമായി നവാസ് ഷെരീഫ്. സംയുക്ത അന്വേഷണ ആവശ്യം നിരസിക്കുകയും ജെയ്ഷെ മുഹമ്മദിനെതിരായ തെളിവുകൾ അപര്യാപ്തമെന്ന് വിലയിരുത്തുകയും ചെയ്ത ഷെരീഫിന്റെ പ്രഖ്യാപനം വെറും വാക്കെന്ന് ഇന്ത്യ. പത്താൻകോട്ട് വ്യോമകേന്ദ്രത്തിലുണ്ടായ ആക്രമണം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സമാധാന ശ്രമങ്ങൾക്ക് തിരിച്ചടിയായതായി പാക് പ്രധാനമന്ത്രി. മാറ്റിവച്ച വിദേശകാര്യ സെക്രട്ടറി തല ചർച്ച എന്ന് നടക്കുമെന്നതിൽ തുടരുന്നത് അനിശ്ചിതത്വം. എരിതയിൽ എണ്ണ പകർന്ന്. ഹൈദരാബാദ് സർവകലാശാലയിൽ ആത്മഹത്യ ചെയ്ത രോഹിത് വെമുല ദളിത് വിഭാഗക്കാരനല്ലെന്ന വിവാദ പ്രസ്താവനയുമായി വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജ്. സുഷമയുടെ പ്രസ്താവനയിൽ കടുത്ത പ്രതിഷേധമുയർത്തി വിദ്യാർത്ഥി പ്രക്ഷോഭകർ. തന്റെ പ്രസ്താവനയ്ക്ക് ആധാരം വെമുലയെക്കുറിച്ച് രഹസ്യാന്വേഷണ ഏജൻസി നടത്തിയ അന്വേഷണമെന്ന് സുഷമയുടെ വിശദീകരണം. മറ്റൊരു പിന്നാക്ക വിഭാഗത്തിൽ നിന്ന് ദളിത് വിഭാഗത്തിലേക്ക് മാറിയ കുടുംബമെന്ന് വെളിപ്പെടുത്തിയത് വെമുലയുടെ മുത്തച്ഛി തന്നെയെന്നും സുഷമ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ ARMC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.